സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഹെൽത്തി ഏജിങ് എന്ന് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോക ജനസംഖ്യയിൽ 6% 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിട്ട് 1990 ഉണ്ടായിരുന്നത്. എന്നാൽ 2020 ഇത് 10% ആണ്. 2050 ആകുമ്പോഴേക്ക് ഇത് 16% ആവുന്നുണ്ട്. അതായത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു വാർദ്ധക്യകാലത്ത് എങ്ങനെ നമ്മുടെ ജീവിതം ആരോഗ്യപരവും സന്തോഷപൂർണവുമായി ജീവിക്കാം എന്നതാണ് ഹെൽത്തി ഏജിങ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കറക്റ്റായിട്ട് നമ്മൾ ഒരു 40-50 വയസ്സിൽ തന്നെ തുടങ്ങേണ്ടതുണ്ട്. യാതൊരുവിധ രോഗങ്ങളും കൂടാതെ ജീവിക്കുക എന്നതല്ല ഹെൽത്തി ഏജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം നമ്മുടെ രോഗാവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെ അതൊരു ബെറ്റർ കൺട്രോളിൽ നിർത്തിക്കൊണ്ട് സ്വയം പര്യാപ്തതയോടെ, അതായത് സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഹെൽത്തി ഏജിങ് എന്ന് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ശാരീരികവും മാനസികവും സാമൂഹികവുമായ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ശാരീരികമായ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നിത്യേനയുള്ള വ്യായാമം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കാനും ശ്രദ്ധിക്കണം. ഇതുവഴി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ തുടങ്ങി അനവധി ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് വരാതെ നോക്കാനും വന്നാൽ തന്നെ കൺട്രോളിൽ നിർത്താനും സാധ്യമാകുന്നുണ്ട്. നിത്യേന ഒരു 30 മിനിറ്റ് അതൊരു കൈവീശി വേഗത്തിലുള്ള നടത്തം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഇങ്ങനെ നടക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനെയും ബോൺസിനെയും സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ ലേൺ ചെയ്തെടുക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. നമ്മുടെ ഭക്ഷണത്തിൽ പോഷകസമൃദ്ധമായ മത്സ്യം, വിവിധമായ ധാന്യങ്ങൾ, തവിടു കളയാത്ത ധാന്യങ്ങൾ, നട്ട്സ്, അതുപോലെ തന്നെ പച്ചക്കറികൾ എന്നിവ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പ്രായമായവരോട് നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കാൻ പറയുന്നതിൽ വലിയ കാര്യമില്ല. അവരുടെ ടേസ്റ്റ് ബഡ്സിലുള്ള വ്യത്യാസം, അതുപോലെ ഡെന്റീഷന്റെ പ്രോബ്ലം, അതൊക്കെ കൊണ്ട് തന്നെ അവരുടെ ഭക്ഷണക്രമത്തിൽ വ്യത്യാസങ്ങൾ കാണും. അപ്പം അത്തരത്തിലുള്ള ആളുകൾ ഒരു ഡോക്ടറെ കണ്ട് ആവശ്യമായ സപ്ലിമെന്റ്സും എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിവസവും 7-8 മണിക്കൂർ വരെയുള്ള ഉറക്കവും നിർബന്ധമായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രായമാകുമ്പോൾ നമുക്ക് പലവിധ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉള്ള രോഗങ്ങൾ അധികരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സ്ക്രീനിങ്, ഹെൽത്ത് ചെക്കപ്പുകൾ, അതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ജീരിയാട്രിക് അസസ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് പലവിധ രോഗങ്ങളും വരുന്നത് നേരത്തെ തന്നെ തടയാനും സാധ്യമാക്കുന്നുണ്ട്. AR Super Specialty Hospital. Your health, our priority.